ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ വേളയിൽ ദുബായ് MCMF നടത്തുന്ന മാർ ഇവാനിയോസ് ടോക്ക് സീരീസ് എന്നതിന്റെ ഭാഗമായി ഭാരത ന്യൂമാൻ മാർ ഇവാനിയോസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചിന്തയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുന്നത്. മലങ്കര കത്തോലിക്കാ സഭയുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന മഹാനായ ആത്മീയ നേതാവാണ് മാർ ഇവാനിയോസ്. 1882 സെപ്റ്റംബർ 21 കേരളത്തിലെ മാവേലിക്കരയിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗീവർഗീസ് പണിക്കർ എന്നായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ പഠനത്തിലും പ്രാർത്ഥനയിലും അദ്ദേഹം വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു. പിന്നീട് വൈദികനായി അഭിഷക്തനായി സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. മാർ ഇവാനിയോസ് ബദനി ആശ്രമം സ്ഥാപിക്കുകയും ആത്മീയ നവീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പ്രാർത്ഥന, ലാളിത്യം, സ്നേഹം, സേവനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മൂല്യ സന്ദേശങ്ങൾ. ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. വിദ്യാഭ്യാസം മനുഷ്യന്റെ സമഗ്ര വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് യുവജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും ധാർമ്മിക മൂല്യങ്ങളും ലഭിക്കണമെന്ന് അദ്ദേഹം വളരെയേറെ ആഗ്രഹിച്ചു. 1930 സഭാ ഐക്യപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. സെപ്റ്റംബർ 20, 1930 അദ്ദേഹം വളരെ ഉൾപ്പെടെ 5 പേർ കത്തോലിക്കാ സഭയുമായി ഐക്യത്തിലായി. ഇതോടെയാണ് മലങ്കര കത്തോലിക്കാ സഭയുടെ വളർച്ചയ്ക്ക് പുതിയ തുടക്കം കുറിച്ചത്. മാർ ഇവാനിയോസ് ഒരു മികച്ച പ്രഭാഷകനും എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ദൈവവിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഉദാത്ത മാതൃകയാണ്. ഇന്ന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ ആദരവോടെ ഓർക്കുന്നു. 1953 ജൂലൈ 15 അദ്ദേഹം നിര്യാതനായി. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇന്നും അനേകം പേരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാർ ഇവാനിയോസിന്റെ ജീവിതം നമ്മെ സ്നേഹിക്കാനും സേവിക്കാനും ഐക്യത്തിൽ ജീവിക്കാനും പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് നമുക്കും നല്ല മനുഷ്യരായി വളരാം. മാർ ഇവാനിയോസിനെ ഭാരതീയ ന്യൂമാൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഇംഗ്ലണ്ടിലെ പ്രശസ്ത കത്തോലിക്ക ചിന്തകനായ ജോൺ ഹെൻറി ന്യൂമാനോട് സാമ്യമുള്ളതാണ്. ജോൺ ഹെൻറി ന്യൂമാൻ ആംഗ്ലോയിൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ഐക്യപ്പെട്ടതുപോലെ മാർ ഇവാനിയോസും മലങ്കര സഭയുടെ കത്തോലിക്ക ഐക്യത്തിന് നേതൃത്വം നൽകി. ഇരുവരും സത്യാന്വേഷണത്തിനും സഭാ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു. വിദ്യാഭ്യാസം, ആത്മീയ നവീകരണം, എഴുത്ത്, പ്രഭാഷണം എന്നിവയിൽ ഇരുവരും വലിയ സംഭാവനകൾ നൽകി. വിശ്വാസത്തിലും ബുദ്ധിയിലും നേതൃത്വത്തിലും ഇരുവരും മാതൃകാ പുരുഷന്മാരായിരുന്നു. അതുകൊണ്ടാണ് മാർ ഇവാനിയോസിനെ ആദരപൂർവ്വം ഭാരതീയ ന്യൂമാൻ എന്ന് വിളിക്കുന്നത്.